അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കുറേ നാൾ കേടുകൂടാതിരിക്കുന്ന അച്ചാറാണ്. ഞാൻ ഉണ്ടാക്കി 1-2 മാസം വെച്ച് നോക്കി, ഒരു കേടുമാകുന്നില്ല. അപ്പോൾ വെള്ളം ഒഴിക്കാണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കിയ അച്ചാർ കേടാവില്ല. അപ്പം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ധരിക്കുമ്പോൾ ഇങ്ങനെ ഓരോ തോന്നലാണ്. അപ്പം അച്ചാറുണ്ടാക്കി പലതരം അച്ചാറുണ്ട്. നാരങ്ങ, മാങ്ങ, മീനച്ചാർ, പിന്നെന്താ വെളുത്തുള്ളി അച്ചാർ, നാരങ്ങ ഈത്തപ്പഴം അച്ചാർ, മിക്സ്ഡ് പിക്കിൾ ഇതാണ്. അപ്പം ഞാൻ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇതിൽ കാണിക്കുന്നത്. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, നല്ല ടേസ്റ്റുള്ള നാരങ്ങ അച്ചാറാണ്. അപ്പം ഞാനത് ആദ്യം ചിലപ്പോൾ ഞാൻ അത് മുറിക്കാതെ ഉപ്പിട്ട് പുഴുങ്ങിയിട്ടാണ് അച്ചാറിടുന്നത്. ഇതിപ്പം മുറിക്കാതെ പുഴുങ്ങി കഴിയുമ്പോൾ പിന്നെ മുറിക്കാനൊരു ഇച്ചിരി അലിഞ്ഞ പോലെ ആവില്ല. അതുകൊണ്ട് ആദ്യം തന്നെ മുറിച്ചിട്ടാണ് ഉപ്പിലിടുന്നത്. അപ്പം ആവശ്യത്തിന് ഉപ്പിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് ഒരു 10-20 മിനിറ്റ് തിളപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുന്നേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആക്കി വെച്ചിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, അപ്പോൾ എല്ലാ അച്ചാറിനും വേണ്ടതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം പൊളിച്ച് വെച്ചിരുന്നു. ഇതിപ്പം പിന്നെ കയറി താമസത്തിനൊക്കെ ഉണ്ടാക്കുന്ന അച്ചാറാണ്. അതുകൊണ്ട് ഞാൻ എള്ളെണ്ണയിൽ ഉണ്ടാക്കില്ല, എള്ളെണ്ണ ലാസ്റ്റ് ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് വെളിച്ചെണ്ണയിൽ തന്നെ കടുകും ഉലുവയും പൊട്ടിച്ച് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ, ഇത് ഇഞ്ചിയാണ്, ഇഞ്ചി അരിഞ്ഞ് വെച്ച് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പച്ചമുളകും ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതൊന്ന് വഴന്നതിന് ശേഷമാണ് വേവിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങ അതിലോട്ട് ഇട്ട് കൊടുക്കും. ഞാനിത് 3 കിലോ നാരങ്ങയാണ് എടുത്ത് അതിലോട്ടൊരു 1/4 കിലോ 200-250 മുളക് പൊടി ഇടുന്നുണ്ട്. എന്നാലേ നമുക്കൊരു കട്ടിയൊക്കെ കിട്ടും. മുളക് പൊടി ഒന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നാരങ്ങ ഉപ്പിലിടുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. പിന്നെ നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നാരങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ ചേർത്ത് മുളകിലൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ അച്ചാറിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. പിന്നെ പൊടികളെല്ലാം ഇട്ട് ഒരു 10-15 മിനിറ്റ് നല്ലപോലെ തിളപ്പിക്കണം. തിളച്ച് കഴിഞ്ഞേ ഓഫാക്കാൻ പാടുള്ളൂ. എന്നിട്ട് എള്ളെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. അച്ചാറിടുമ്പോൾ എള്ളെണ്ണ യൂസ് ചെയ്താൽ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ അച്ചാർ അങ്ങനെ കേടുകൂടാതിരിക്കും. പിന്നെ വെള്ളം നനവുള്ള സ്പൂണ് ഇടരുത്. നനവുള്ള ഡപ്പിയിൽ എല്ലാ കുപ്പിയും ഉണക്കിയതിന് ശേഷം മാത്രം, ഇപ്പം ബോട്ടിലൊക്കെ നിറക്കുന്നുണ്ടെങ്കിൽ ഉണങ്ങിയ ഇതിലോട് മാത്രം ഇതാക്കണം. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇങ്ങനെ മൊത്തം ഇളക്കി എടുക്കാണ്ട് പിന്നെ ഒരു സൈഡിൽ നിന്ന് മാത്രം എടുക്കുക. അങ്ങനെയാണെങ്കിൽ അച്ചാർ കേടാവാണ്ടിരിക്കും ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ പോലും. ഇത് ഞാൻ നാരങ്ങയാണെങ്കിലും വിനാഗിരി കുറച്ച് ഒഴിക്കുന്നുണ്ട്, വിനാഗിരിയും കായപ്പൊടിയും, അല്ലെങ്കിൽ അച്ചാർ പൊടി ഇട്ടാലും മതി. ഇത് നല്ല സൂപ്പറായിട്ടുള്ള, ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം ഒരാഴ്ച വെച്ചിരുന്നാൽ നല്ല നാരങ്ങയൊക്കെ അലിഞ്ഞ് നല്ല പെർഫെക്റ്റ് അച്ചാറായിട്ട് ഉണ്ടാവുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങളിവിടെ കയറി താമസം ഹൗസ് വാമിംഗ് ഉണ്ട് സിസ്റ്ററിൻ്റെ. അപ്പം ഇത് 3 കിലോ അച്ചാർ ഇട്ടതാണ്. അപ്പം ഇത് തികയുന്നില്ലെങ്കിൽ വേറെ കുറച്ച് ഇട്ട അച്ചാറുണ്ട്, തികഞ്ഞില്ലെങ്കിൽ കുറച്ച് വാങ്ങാനാണ്. അപ്പം ഞാൻ ഓൾറെഡി അച്ചാർ ഇടുന്നതുകൊണ്ട് അവർ എന്നോട് ഇടാൻ പറഞ്ഞു, അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഈ രീതിയിൽ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നല്ല സൂപ്പർ അച്ചാർ കിട്ടും. അപ്പോൾ എന്നോട് കുറേ ആൾ വാങ്ങാറുണ്ട് ഇവിടുന്ന്, നല്ല സൂപ്പർ അച്ചാറാന്ന് പറഞ്ഞിട്ട്. ഒരു തവണ വാങ്ങിയവരനെ പിന്നെയും വാങ്ങാറുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അതിപ്പോൾ തിളച്ചിട്ടുണ്ട്. അങ്ങനെ നല്ലപോലെ കുറേ തിളച്ച് മിക്സ് ചെയ്ത് ആകുമ്പോൾ ഒരു 10-20 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഓഫാക്കിയാൽ മതി. നല്ല കുറുകിയ ഇത് ഞാൻ ഇതിലോട്ട് ലാസ്റ്റ് കുറച്ച് ഈന്തപ്പഴം കൂടി അരച്ച് ചേർക്കുന്നുണ്ട് ബിരിയാണിക്ക് വേണ്ടി.